ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ബീഫ് കറിയാണ്. അതിനുവേണ്ടി ഞാൻ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഒരു 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ആൻഡ് 4 പച്ചമുളക് അരിഞ്ഞതുമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് വഴറ്റിയതിന് ശേഷം 2 മീഡിയം സൈസുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ മസാലയൊക്കെ ബീഫിലേക്ക് എല്ലാത്തിലേക്കും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. സോ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്കൊരു മീഡിയം സൈസ് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സോട്ട് ചെയ്യണം. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്യണം. ആ മസാലേൻ്റെ പച്ചമണമൊക്കെ മാറണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഞാൻ 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.